കണ്ണൂർ കാക്കയങ്ങാട് പന്നിക്കെണിയിൽ കുടുങ്ങിയ പുലിയെ മയക്കുവെടി വയ്ക്കാൻ നീക്കം. വയനാട്ടിൽ നിന്നുള്ള പ്രത്യേക സംഘം കണ്ണൂരിലേക്ക്. കാക്കയങ്ങാട് പാലാ റോഡിലെ വീട്ടുപറമ്പിലാണ് പുലി കുടുങ്ങിയത്. പുലി കുടുങ്ങിയ സ്ഥലത്തിന് തൊട്ടടുത്തുള്ള വിദ്യാലയത്തിന് ഇന്ന് അവധി നൽകി. എൻ്റെ അടമിൻ്റെ പോലെയാണ് പ്രകാശം. അവൻ്റെ പറയുമ്പോൾ തന്നെ അത് വീണിട്ടുള്ളത്. അപ്പോൾ ഓൻ വിളിച്ച് എന്നോട് എന്തോ സാധനം കൊണ്ട് വന്ന് വീണിട്ട് പന്നി അങ്ങാനാന്ന് തോന്നുന്നു. ഞാനത് ചെന്നോക്കാന്ന് വെച്ചിട്ട് അടുത്ത് പോയതാണ്. അടുത്ത് ചെല്ലുമ്പോഴത്തേക്ക് ഇത് എന്നെ കൊണ്ട് ചാടി. എന്നെ കൊണ്ട് ചാടുമ്പോൾ കാലിനോ എവിടെയോ കുടുങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് ശരിക്കും ഇതാക്കാൻ പറ്റിയില്ല. പക്ഷേ ഞാൻ ശരിക്കും അതിനെ കണ്ടു. കണ്ടതിൽ ഞാൻ ഓടി. ഞാൻ മറ്റുള്ളവരോട് പറഞ്ഞു. അപ്പോഴത്തേക്ക് 2-3 ആളുണ്ടായിരുന്നു. അവരോട് പറഞ്ഞു ഇത് പുലിയാണ്, പന്നിയല്ല എന്നാണ്. അവർ പിന്നെ സംശയം പറഞ്ഞു. ഞാൻ അപ്പോൾ നമ്മൾ കോണി വെച്ചിട്ട് മരത്തുമ്പോൾ കയറിയിട്ട് നോക്കി. അപ്പോൾ അവർക്കെല്ലാം ബോധ്യമായി പുലിയാണ്. പിന്നെ പോലീസുകാരെയും നാട്ടുകാരെല്ലാം വിളിച്ച് വിവരങ്ങളാണ്. പ്രദേശത്ത് നിന്ന് ആളുകളെ ഇപ്പോൾ മാറ്റുകയാണ്. വിശദാംശങ്ങളുമായി കണ്ണൂരിൽ നിന്നും നിഖിൽ എ ആണ് ചേരുന്നത്. നിഖിൽ, പന്നിക്ക് വെച്ച കെണിയിൽ പുലി കുടുങ്ങിയിരിക്കുന്നു, അതും വീട്ടുവളപ്പിൽ. ഏറെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവം തന്നെയാണ്. ഇനിയിപ്പോൾ ഈ പുലിയെ എന്താണ് ചെയ്യുന്നത്? പ്രദേശവാസികൾ എന്താണ് ഇക്കാര്യത്തിൽ പറയുന്നത്? പുലിയെ മയക്കുവെടി വെക്കാൻ തന്നെയാണ് ഇപ്പോൾ നീക്കം നടത്തുന്നത്. ഇതിനായി വയനാട്ടിൽ നിന്നുള്ള RRTയുടെ പ്രത്യേക സംഘം കണ്ണൂരിലേക്ക് പുറപ്പെട്ടു എന്നാണ് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ സംഘം പുറപ്പെട്ടാൽ പോലും ജില്ലാ കളക്ടറുടെ പ്രത്യേക അനുമതി വാങ്ങിയതിനു ശേഷം മാത്രമേ മയക്കുവെടി വെക്കുന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടക്കാനാവൂ. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കൂടി ഇപ്പോൾ വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അതിന്റെ കാര്യങ്ങൾ കൂടി ചെയ്യുന്നുണ്ട്. ഏതായാലും ഒരു ഭീതി പ്രദേശത്ത് നിലനിൽക്കുന്നുണ്ട്. കാരണം ഒരു കൃത്യമായ ഒരു കൂടിനകത്തൊന്നുമല്ല ഈ പുലി പെട്ടുകിടക്കുന്നത്. ഒരുപക്ഷെ ആ പുലിക്ക് ഇപ്പോൾ പെട്ടിരിക്കുന്ന കെടിയിൽ നിന്ന് പുറത്തു പോകാനുള്ള ഒരു സാധ്യതയുണ്ട്. ആ സാധ്യത വനംവകുപ്പ് മുന്നിൽ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ പുലി കുടുങ്ങിയ അതിന് തൊട്ടടുത്തുള്ള സ്കൂളിന് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഇത് മാത്രമല്ല, ഈ പ്രദേശത്തുള്ള ആളുകളെ എല്ലാം തന്നെ ഇവിടെ നിന്ന് മാറ്റിയിരുന്നു. രാവിലെ തന്നെ വനംവകുപ്പിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിൽ ഈ ആളുകളോട് ഇവിടെ നിന്ന് മാറാൻ ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല, വടംകെട്ടിയും മറ്റും ഈ പ്രദേശത്തേക്ക് പൂർണ്ണമായും ആളുകൾ പ്രവേശിക്കുന്നത് ഇപ്പോൾ വിലക്കിയിട്ടുണ്ട്. അങ്ങനെ ഒരു സുരക്ഷ മുൻനിർത്തിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഈ വയനാട്ടിൽ നിന്നുള്ള സംഘം എത്തിയതിനു ശേഷം മാത്രമാണ് ഈ പുലിയെ മയക്കുവെടി വെക്കുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കൃത്യമായ ഒരു തീരുമാനത്തിലേക്ക് പോകാനാവുക. അവരെത്തുമ്പോഴേക്കും ജില്ലാ കളക്ടറിൽ നിന്ന് അനുമതി വാങ്ങുന്നതിനുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഏതായാലും നീക്കിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായി ഈ പുലിയെ ഇപ്പോൾ നിരീക്ഷിച്ചു വരികയാണ് സ്ഥലത്തുള്ള ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ. ആരോഗ്യപരമായ പ്രശ്നങ്ങളൊന്നും പുലിക്കില്ല എന്ന് തന്നെയാണ് നിലവിൽ മനസ്സിലാക്കുന്നത്. ആരോഗ്യവാനായ ഒരു പുലി തന്നെയാണ്. സാമാന്യം നല്ല വലിപ്പമുള്ള പുലിയാണ്. ഈ രാവിലെ ആളുകൾ ഇത് കണ്ടപ്പോൾ ആദ്യം ഇതെന്താണ് ജീവി എന്ന തരത്തിൽ ആളുകൾക്കൊരു സംശയമുണ്ടായിരുന്നു. പിന്നീടാണ് ഇത് പുലിയാണ് എന്ന്. അതിന്റെ ആദ്യത്തെ ദൃശ്യങ്ങൾ പുറത്തു വരുമ്പോൾ ഇത് പുലിയാണ് എന്ന ഒരു നിഗമനത്തിലേക്ക് എത്തുകയും പിന്നീട് ആളുകൾ അധികം അതിനടുത്തേക്ക് പോകാതെ സുരക്ഷിതമായി മാറി നിൽക്കുകയും ഉണ്ടായിരുന്നു. ഉടൻ തന്നെ ഫോറസ്റ്റ്